ഷിരൂരിലെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 4-ാം ദിവസം വരെയുള്ള തിരച്ചിലിൽ CP 1, 2, 3 പോയിന്റുകളാണ് തെരഞ്ഞെടുത്ത് പരിശോധന നടത്തിയത്. ഇതിൽ 1ഉം 2ഉം പോയിന്റുകളിൽ നിന്ന് ഗംഗാവലി പുഴയിൽ നിന്ന് വാഹനങ്ങളുടെ നിരവധി ഭാഗങ്ങളാണ് കണ്ടുകിട്ടിയത്. പക്ഷേ ഇതൊന്നും തന്നെ അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ ആയിരുന്നില്ല. എന്നാൽ ഇന്നലെ ഉത്തരകന്നഡ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയും ഗംഗാവലി പ്രദേശത്തും പരിസരത്തും അതിൻ്റെ ഫലങ്ങൾ ഉളവാകുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് മഴ തെരച്ചിലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചവരെ 3-ാം പോയിന്റിൽ നിന്നും ഒരു ഭാഗങ്ങളും കണ്ടുകിട്ടിയില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു വാഹനത്തിൻ്റെ മഡ്ഗാർഡ് കണ്ടുകിട്ടുകയും ചെയ്തു. അത് അർജുൻ്റെ വാഹനത്തിൻ്റെ മഡ്ഗാർഡ് ആയിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഷിരൂരും പരിസര പ്രദേശത്തും നല്ലൊരു കാലാവസ്ഥയാണ് ഉളവാകുന്നത്. ഇന്നലെ രാത്രി വരെ മഴ പെയ്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ നല്ല തോർച്ചയാണ് ഇവിടെ ഉള്ളത്. ഏറെ പ്രതീക്ഷയോടെയാണ് CP 4-ൽ ഇന്ന് തെരച്ചിൽ തുടങ്ങുന്നത്. ഇവിടെയും പ്രതീക്ഷ മങ്ങിയാൽ ചായക്കടയോട് ചേർന്നുള്ള കരഭാഗത്തേക്ക് തെരച്ചിൽ നടത്താനാണ് തീരുമാനം. ഏതാണ്ട് 5 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശമാണ് ഇവിടെയെല്ലാം. അതെല്ലാം മാറ്റി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരവുമാണ്. ഓരോ നിമിഷവും ഏറെ പ്രതീക്ഷയോടെയാണ് നാം ഇവിടെയെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 60 ദിവസം പിന്നിട്ടിട്ടും ആരുടെയും മനസ്സിൽ നിന്നും അർജുനെയോ ആ ഉരുൾപൊട്ടലിനെയോ മറക്കാൻ കഴിയുന്നില്ല.